ഹലോ. iOS 27 റീസെൻ്റ്ലി ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് iOS 27. സോ ഒഫീഷ്യലി അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ ബീറ്റ വെർഷനാണ് അപ്ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും കുറേയേറെ പേർ നോക്കുമ്പോൾ നമ്മൾ നോർമലി അപ്ഡേറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഈ ഒരു ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് നോക്കുന്നത്. സോ ആ ഒരു പോർഷനിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS 26.5 ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. സോ 27 കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കാണിക്കാത്തത് എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എവിടെ നിന്നാണ് നമ്മളത് എനേബിൾ ചെയ്യുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ബീറ്റ വെർഷനാണ്. ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ ഇപ്പോഴും അവർ റിലീസ് ചെയ്തിട്ടില്ല. സോ ടെസ്റ്റും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും ബീറ്റ വെർഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരൊട്ടും റെക്കമെൻഡ് ചെയ്യുന്നതല്ല ബീറ്റ വെർഷൻസ്. നിങ്ങൾക്കത് ആ ഒരു iOS അപ്ഡേറ്റ് കാര്യങ്ങൾ എത്രത്തോളം ബെറ്റർ ആണ് എന്നെല്ലാം നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റലായിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ബീറ്റ വെർഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നോക്കുന്നവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ എല്ലാവരും ഈ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ ഒരിക്കലും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു iPhone 14 പ്രോയിലാണ് കേട്ടോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. വാറണ്ടി പരിപാടി കാര്യങ്ങളൊന്നും ഈ ഒരു ഡിവൈസിനില്ല. നമ്മൾ ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. സോ കംപ്ലീറ്റ്ലി എൻ്റെ റിസ്കിൽ തന്നെയാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഐഫോൺ യൂസർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ് സി ആയിട്ടുള്ള ഇയർപോഡ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 20 വാട്ട് അഡാപ്റ്റർ, അതുപോലെ തന്നെ ടൈപ്പ് സി കേബിൾ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു കേബിള്, അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് സി ഇയർപോഡ്സ്, 20 വാട്ടിൻ്റെ പവർ അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി മാക്സ് സേഫും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു മാക്സ് സേഫും അത് 15 വാട്ട് വരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മാക്സ് സേഫും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ കയ്യിൽ വളരെ ലോസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളെല്ലാം ലോസ്റ്റ് പ്രൈസ് റേഞ്ചിൽ അഡാപ്റ്ററും കേബിളും അതുപോലെ ഇയർപോഡ്സും മാക്സ് സേഫും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓർ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു സഫാരിയാണ് എടുക്കേണ്ടത്. ക്രോം കാര്യങ്ങളൊന്നും അതല്ല കേട്ടോ. സഫാരി ജസ്റ്റ് എടുക്കുക. സഫാരി ജസ്റ്റ് എടുത്തിട്ട് ഇപ്പം ഞാൻ ഈ കൊടുക്കുന്ന URL ഉണ്ടല്ലോ, developer.apple.com, www.developer.apple.com, ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു URL ആണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ അതെടുക്കുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടോപ്പ് പോർഷനിൽ കാണുന്ന ആ ഒരു സൈൻ ഇൻ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ആപ്പിൾ ഐ ഡി ആണ് ലോഗിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആപ്പിൾ ഐ ഡി ലോഗിൻ ചെയ്ത് നമ്മുടെ ടൈംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആപ്പിൾ ഐ ഡി ജസ്റ്റ് അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങളെല്ലാം അടിച്ച് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ. നമ്മളെ CCTV ആട്ടോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പേര് വന്നു. പിന്നെ നമുക്ക് അതിനകത്തൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഒരു ലീഗൽ എഗ്രിമെൻറ്റ് കാര്യങ്ങളാണ്. ഓ ഐ വുഡ് ലൈക്ക് ടു റിസീവ് കമ്മ്യൂണിക്കേഷൻ അനൗൺസിങ് ദ ലേറ്റസ്റ്റ് ഇവൻറ്റ് ന്യൂസ് കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് വേണോ വേണ്ടതെന്നുള്ള യെസ് ഓർ നോ കൊടുക്കാം. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ആഡ് പോലെ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ വേണ്ടിയാണ് അത് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾക്ക് നോ കൊടുക്കുക, എഗ്രി കൊടുക്കുക. സോ ഇതാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസ് യുവർ ആക്സേഷൻ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. എഗ്രിമെൻറ്റ് സൈൻഡായി. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് നിങ്ങൾ കൊടുത്തോളുക. സോ ഡെവലപ്പർ മോഡിലോട്ട് നമ്മൾ സൈനിങ് കാര്യങ്ങളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സഫാരി വിൻഡോ ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കുക. നെക്സ്റ്റ് നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ജനറൽ എടുക്കുക. ജനറൽ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മൾ റീസെൻ്റ്ലി എടുത്തായിരുന്നു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ. ഇപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇവിടെ നമുക്ക് 26.5 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്. ഇത് നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്. പക്ഷേ ആദ്യം നമ്മൾ കണ്ട ഒരു വിൻഡോയിൽ ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ബീറ്റ അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എൻ്റെ എനേബിൾ ആയിട്ട് തന്നെയാണ്. ബീറ്റ അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ ഓണല്ല. സോ ആ ബീറ്റ അപ്ഡേറ്റ് കാര്യങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ iOS 26 ഡെവലപ്പർ ബീറ്റ അത് ആ ഒരു ടൈമിലുള്ളതാണ് കേട്ടോ. സോ ആ ഒരു ടൈമിലുള്ളതാണ്. പിന്നെ iOS 27 ഡെവലപ്പർ ബീറ്റ ഓപ്ഷൻ നമുക്കിവിടെ എനേബിൾ ആയിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോ iOS 27 ഡെവലപ്പർ ബീറ്റ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നത് കറങ്ങി വരും. ആ ഒരു പ്രോസസ്സിങ് ടൈമുള്ളൂ. അത് കഴിഞ്ഞ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ iOS 27 ബീറ്റ വെർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഐഫോൺ 14 പ്രോയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 14 പ്രോയിൽ നമുക്ക് 8.72 GB ആണ് ഈ ഒരു ബീറ്റ വെർഷൻ വരുന്നത്. സോ ഈ ഒരു ബീറ്റ വെർഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നു, ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ബഗ്സോ അല്ലെങ്കിൽ ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പറഞ്ഞു തരുന്നത് എനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. കാരണം ബീറ്റ വെർഷനാണ്. സോ അവർ ടെസ്റ്റിങ്ങിന് വേണ്ടി വിടുന്നതാണ്. എല്ലാ കമ്പനീസും അവരുടെ ബീറ്റ വെർഷൻ ലോഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ്. എന്തൊക്കെ ബഗ്സ് ഉണ്ട്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നെല്ലാം അവർക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ബീറ്റ വെർഷൻസ് ഫസ്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നത്. സോ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വേണമെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടാവാം. അല്ല സേഫറായിട്ട് അതിൻ്റെ ഫുള്ളി അവരെ ബഗ് ഫിക്സ് ചെയ്ത് വരുന്ന ഒരു ഒഫീഷ്യൽ കംപ്ലീറ്റ് ആയിട്ടുള്ള iOS വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ശേഷം വരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഒരു സെപ്റ്റംബർ ആ ഒരു ഒക്ടോബർ ടൈമിലേക്കായിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. കാരണം ആ ഒരു ടൈമിലാണ് ഐഫോൺ 18 സീരീസ് കാര്യങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ടൈമിൽ തന്നെ iOSൻ്റെ 27 ഒഫീഷ്യലി അവർ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഈ ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. സേഫർ സോണിലാണ് നിങ്ങൾ പോകേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും ബെറ്റർ. എക്സ്പീരിയൻസ് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ iOS 27 ബീറ്റ വെർഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ. സോ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളോ എന്തെങ്കിലും ബഗ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ.